ആരാധന പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഖമില്ലായിരുന്നു. എവിടെ ബാക്കിയുള്ളവര്? ജോയിൻ ചെയ്യുവോ? എന്താ അവസ്ഥ? ശിവാനിയോട് ചോദിച്ചു നോക്കണം സർ, മെസ്സേജ് ചെയ്യണം. അതെ അതെ, ഒന്ന് ചോദിച്ചു നോക്കി. Good evening, sir. ഗുഡ് ഈവനിങ്. ഓക്കെ, ജോയിൻ ആയിട്ടുണ്ടല്ലോ അല്ലേ? ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡിബിൾ അല്ലേ? കേൾക്കുന്നുണ്ടോ? സുബിത എന്നേക്കാ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അറിയില്ല അല്ലേ? ഓക്കെ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മാർജിനൽ അനാലിസിസിലെ ഡ്രോപ്പ് കണ്ടിന്യൂസ് സെഗ്മെന്റ്. ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ട്. ഓക്കെ. അപ്പോൾ അതിൽ എത്ര സിനാരിയോ നമ്മൾ ഡിസ്കസ് ചെയ്തു? പിന്നെ കുറച്ച് സിനാരിയോ നിങ്ങൾക്ക് വർക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഒരു 7 സിനാരിയോ ചെയ്തിരുന്നു. 7 സിനാരിയോ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ. അതെ. എത്ര ക്വസ്റ്റ്യനാ വർക്കായിട്ട് തന്ന്? ഒരു ക്വസ്റ്റ്യനിൽ 2 സിനാരിയോയും പിന്നെ വേറെ 2 എക്സ്ട്രാ ഹോംവർക്ക്. ഓക്കെ, ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ അതില് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത് മാത്രം ചെയ്തിട്ടില്ല, ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതാണ് കൺഫ്യൂഷൻ ഉള്ളത്? ഹാഫ് ഓഫ് ദ ബ്രാഞ്ച് വേരിയബിൾ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. അത് കിട്ടിയില്ല? അത് കൺഫ്യൂസ് ആയി, കുറച്ചേരം നോക്കി സാറോട് ചോദിക്കാന്ന് വിചാരിച്ചു. ഓക്കെ. ഇത് അല്ലേ? ഈ 2 ക്വസ്റ്റ്യൻ അല്ലേ തന്നിട്ടുണ്ടായിരുന്ന സിനാരിയോയില് റിമൈനിങ് ആയിട്ടുള്ളത്? അതെ അതെ പിന്നെ 2 ക്വസ്റ്റ്യനും അല്ലേ? അതെ. ഓക്കെ. പിന്നെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻ തന്നു. ഓക്കെ. ബി ആൻഡ് ബി ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ അതും പിന്നെ ഡെലീഷ്യസ് ഡെസേർട്ട് അല്ലേ? അതല്ലേ? ആ 2 ക്വസ്റ്റ്യൻ അല്ലേ അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു? അതെ. ഓക്കെ. ഇതിലെ സെക്കൻഡ്, അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ സെക്കൻഡ് എന്ന് എഴുതിയിട്ടുള്ള ഇഫ് ബ്രാഞ്ച് ബി ഈസ് ഡ്രോപ്ഡ് എ സെയിൽസ് വിൽ ഇൻക്രീസ് ബൈ 75%. ഇതിൽ ഡൗട്ട് ഉണ്ടോ? എത്ര ആൻസർ കിട്ടുന്നത്? Sir, part 1 ഡൗട്ട് ഇല്ല. പാർട്ട് 2
ഡൗട്ട് ഉണ്ട്. എനിക്ക് അതായത് കിട്ടിയത് ഭയങ്കര വലിയൊരു ഇത് എമൗണ്ട് ആയിട്ടാ. ഈ ഹാഫ് ആണോ? ആ ആ ഓക്കെ, എനിക്ക് അത് കിട്ടിയ ഡിസ്കസ് ചെയ്യാം. ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് കുറച്ച് വലിയൊരു എമൗണ്ട് ആയി. ഓക്കെ ഓക്കെ ഓക്കെ, അത് നോക്കാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആൻസറൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ. ഓക്കെ, ഓക്കെ ഓക്കെ, മുബഷിറ കറക്റ്റാണ്. ഓക്കെ, ശിവാനി പ്രൈവറ്റ് മെസ്സേജ് ആക്കിയിടാം. ഓക്കെ, കുഴപ്പമില്ല, കറക്റ്റാണ്. ഇപ്പോൾ എഴുതിയത് കറക്റ്റാട്ടോ. ഓക്കെ, ഗുഡ്. ശിവാനി അയച്ചിട്ടുണ്ടോ? ഒന്ന് അയച്ചേ. ഓക്കെ, ശിവാനി കണ്ടിന്യൂ ആണോ ചെയ്യുക? ബി തെറ്റാണ്. അതുപോലെ തന്നെ എ എത്രയായിരുന്നു? -20,000 ആണോ കിട്ടിയത്? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ ഇൻക്രിമെന്റൽ ലോസ് ആണോ കിട്ടിയത്? ശിവാനി അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. സാർ ഞാനിത് അന്ന് ക്ലാസ് കഴിഞ്ഞതും ഉടനെ ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഗെയിൻ ആണെന്നാ. ഗെയിൻ ആണ്. പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ 20,000 ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഇഫ് വി ഡ്രോപ്പ് ആണ്. ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20,000 പ്രോഫിറ്റ് ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശിവാനിയുടെ എ കറക്റ്റ് ആണ്. പക്ഷെ ബി എന്ന് പറയുന്നത് ശിവാനി അയച്ചിട്ടുള്ളത് കണ്ടിന്യൂ ആണ്. ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിലാണല്ലേ? ഓക്കെ അതെ, ഇഫ് വി ഡ്രോപ്പ്. ഓക്കെ, അപ്പൊ ഡ്രോപ്പ് ചെയ്യാന്നുള്ള ഒരു ഡിസിഷൻ ആണ് അവിടെ എടുക്കേണ്ടത്. ഓക്കെ, അതാണ് ആക്ച്വലി അത് ഞാൻ വായിച്ചില്ല. ഞാൻ ഗെയിന് വന്നത് കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കണ്ടിന്യൂ ആണ്. ഓക്കെ 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 ഓക്കെ, ആ രീതിയിൽ പഠിക്കുക. ഓക്കെ, അത് ഒന്ന് തിരുത്തണ നോട്ടിൽ. ഓക്കെ, 34,000 കറക്റ്റ് ആണ്. ഓക്കെ, എന്തായാലും അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ gives incremental profit or loss if we ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ് ആണെങ്കിൽ ഡ്രോപ്പ് ചെയ്യും, ലോസ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയായിരുന്നു വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ? ടോട്ടൽ അൺഅവോയ്ഡബിൾ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ബ്രാഞ്ച് ബി ഈസ് 26,000. ടോട്ടൽ എത്രയായിരുന്നു? 46,000 ആയിരുന്നു. ബ്രാഞ്ച് ബിയുടേത് 46,000 ആയിരുന്നു. അതില് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ളത് അവോയ്ഡബിൾ. ഓക്കെ, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ളത് 26,000 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിമൈനിങ് എന്താണ്? അവോയ്ഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ 20,000 അവോയ്ഡബിൾ. ഓക്കെ, 20,000. പിന്നെന്താ വരുന്നത്? ഇഫ് ബ്രാഞ്ച് ബി ഈസ് ഡ്രോപ്ഡ് എ സെയിൽസ് വിൽ ഇൻക്രീസ് ബൈ 75%. അതായത് 75% കൂടും. ഓക്കെ, ബ്രാഞ്ച് ബിയുടെ ഇതെത്ര വരുന്നത് കോൺട്രിബ്യൂഷൻ മാർജിൻ? ബ്രാഞ്ച് എയുടെ 48,000 ഇൻറ്റു
75% gain contribution margin. Okay, 48,000 into 75%. എത്ര കിട്ടുന്നത്? 36,000 അല്ലേ? ഓക്കെ, 36,000. ഇവിടെ ടോട്ടല് 56,000. ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയായിരുന്നു? 36,000 അല്ലേ? 36,000 മൈനസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20,000 ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് if we drop. അതുപോലെ തന്നെ ഈ ഒരു സെന്റൻസ് എങ്ങനെ എഴുതാം? 20,000 ഇൻക്രിമെന്റൽ ലോസ് ഇഫ് വി കണ്ടിന്യൂ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ? 20,000 ലോസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസ് തന്നെ നമുക്ക് മനസ്സിലായി ഡ്രോപ്പ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ബി ഡ്രോപ്പ്. സി എന്താണ്? ടോട്ടൽ എത്ര എന്നുള്ളത്. ആദ്യത്തെ എന്റെ പ്രോഫിറ്റ് എത്രയായിരുന്നു? 24,000 മൈനസ് 10,000, അപ്പോൾ 14,000 പ്ലസ് 20,000. ഓക്കെ, ഓൾറെഡി നിലവിൽ എൻ്റെത് ഉണ്ടായിരുന്നത് 24,000 ആയിരുന്നു, ബിൻ്റെത് 10,000 ആയിരുന്നു. അപ്പൊ ഈ ബി എന്ന് ഒഴിവാക്കിയാൽ നമുക്ക് ഇവിടെ തന്നെ എന്തായി? 14,000 ആയി. ഓക്കെ, ഇനി ആ ഒരു നഷ്ടവും ഇല്ല. ഓക്കെ, അപ്പോ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇൻക്രിമെന്റൽ ആയിട്ട് വന്നാൽ എത്ര? 20,000 അല്ലേ? 20,000 ഗിവ്സ് 34,000 അല്ലേ? ഓക്കെ, അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? ഞാൻ ഇങ്ങനെയുള്ള എങ്ങനെ ചെയ്തു? ഇൻക്രിമെന്റൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷനും 48,000 പ്ലസ് 36 ആ ഇൻക്രീസ് ആയിട്ടുള്ള പെർസെന്റേജും നേരത്തെ ഉണ്ടായിരുന്ന പെർസെന്റേജും കൂടെ 84,000 എങ്ങനെ? ചെയ്തിട്ട് മനസ്സിലായില്ല. ബ്രാഞ്ച് എയുടെ ഓൾറെഡി ഉണ്ടായിരുന്ന കോൺട്രിബ്യൂഷൻ മാർജിനും പിന്നെ സെയിൽസ് ഇൻക്രീസ് ആയിട്ടുള്ള ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, പെർസെന്റേജ് ബ്രാഞ്ച് എയുടെ ഓൾറെഡി ഉണ്ടായിരുന്ന 48,000 ഓക്കെ കോൺട്രിബ്യൂഷൻ മാർജിൻ, അതിന്റെ കൂടെ ഇപ്പൊ ഉണ്ടായ 70% ഇൻക്രീസ് ആയിട്ടുള്ള 36,000 കൂടെ 75%. ഓക്കെ, ആ 36,000 അത് കൂടെ കൂടെ ആഡ് ആഡ് ചെയ്യുമ്പോ ചെയ്തു. 84,000. അത് ഓക്കെ കഴിഞ്ഞിട്ട് ഫിക്സഡ് കോസ്റ്റ് 20യും 4 24,000 ഓക്കെ അതിന്ന് ലെസ് ചെയ്തിട്ട് പിന്നെ ബ്രാഞ്ച് ബിയുടെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള 26ഉം കൂടെ ലെസ് ചെയ്തു. ഓക്കെ അങ്ങനെ 34. ഓക്കെ 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 ഉം. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, സിമിലർ ആയിട്ട് തന്നെ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, അതായത് ഇതല്ലേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? പറ. ജസ്റ്റ് റഫായിട്ട് ചെയ്ത് നോക്കിയിട്ട് എത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നോ? കിട്ടി സാർ, ബട്ട് അതാ പറഞ്ഞ അത് എങ്ങനെ, അത് ഒരു എമൗണ്ട് കുറച്ച് വലുതാ. എത്ര വരുന്നുണ്ട്? ഞാൻ ചാറ്റ് ഇടാം. അതങ്ങനെ അത്ര വലിയൊരു എമൗണ്ട് ഇല്ല. ഓക്കെ, പക്ഷെ അതാ സാർ എനിക്ക് ഡൗട്ടായി മൊത്തം. പിന്നെ അത് എവിടെയോ ഒന്ന് പാളിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഒരു സിമിലാരിറ്റി ഉണ്ട് നമ്മളുടെ ആൻസറുമായിട്ട്. ഓക്കെ, എന്തോ ഒരു സിമിലാരിറ്റി ഉണ്ട്. ഏതോ ഐ തിങ്ക് ഏതൊരു എമൗണ്ട് ആഡ് ആയി വന്നതാ തോന്നുന്നു. എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിസ്കസ് ചെയ്യുമ്പോൾ മുബഷിറക്ക് അത് കിട്ടിയിട്ടുണ്ടല്ല, ട്രൈ ചെയ്തിട്ടില്ല കുറെ എന്നാണോ? വായിച്ചിട്ട് ഞാൻ കുറെ അതിന്റെ ഓരോ പോയിന്റ് വൈസ് എഴുതി, ഓരോ ഓക്കെ പോയിന്റിന്റെ കാര്യങ്ങൾ എഴുതിയിട്ട് കൺഫ്യൂസ് ആയപ്പോ ആണ്ട് സാറോട് ചോദിക്കാൻ വെച്ചിട്ട് മറ്റേത് രണ്ടെണ്ണം ചെയ്തു. ഓക്കെ 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 ഈ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ മുബഷിറ. ഈ ക്വസ്റ്റ്യന് മുബഷിറക്ക് എന്താ മനസ്സിലായതെന്ന് പറ.
ഞാൻ അതിലെ ഫസ്റ്റ് ലൈൻ തന്നെ കൺഫ്യൂസിങ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റിൽ സെയിൽ ചെയ്തു അവിടെ തന്നെ കൺഫ്യൂഷനാ. അതെന്താന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ 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 1 മിനിറ്റ്. നമുക്കിത് വേണം, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അത്രയും കൺഫ്യൂസിങ് ആവാൻ മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല കേട്ടോ അത്, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ. Half of the branch B's sales revenue are from items sold at variable cost. ഒറ്റ ലൈനിലാണ് മുബഷിറ ഡൗൺ ആയതെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അവിടെ എന്താ പറയുന്നത്? ഈ ബി എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ ഹാഫ് പോർഷൻ, ഓക്കെ, ഹാഫ് ആയിട്ടുള്ള ഭാഗത്തിന്റെ സെയിൽസ് എങ്ങനെ നടന്നതെന്ന് പറയുന്നത്, ഈ ബി എന്ന് പറയുന്നതിന്റെ ഹാഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 120,000 ഉണ്ടെങ്കിൽ അതിൽ 60,000 എന്താണ്, വേരിയബിൾ കോസ്റ്റിലാണ് പോയത് എന്നാ പറയുന്നത്. അതായത് ഫുള്ള് പ്രോഫിറ്റ് ഒന്നും ഇല്ല അതില്, ഫുള്ള് വേരിയബിൾ കോസ്റ്റിലാണ് സെയിൽ ചെയ്തത്. ഓക്കെ, ഒരു പ്രോഫിറ്റും ഇല്ലാതെ, അതായത് ഒരു കോൺട്രിബ്യൂഷൻ മാർജിനും ഇല്ലാതെ ആണ് സെയിൽ ചെയ്തത് എന്നുള്ളതാണ് ആ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 60,000 റുപ്പീസിനുള്ള $60,000 സാധനങ്ങൾ സെയിൽ ചെയ്തിക്കണ് എന്നുണ്ടെങ്കിൽ എത്ര ഡോളറിനുള്ള വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും? നിങ്ങൾ പറഞ്ഞ എത്ര ഡോളറിനുള്ള വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും? ഒരു മിനിറ്റ്, ഒന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, 0 ആണ്. 1 മിനിറ്റ്. ഈ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്നും കൂടി വായിക്കാം. ഹാഫ് ഓഫ് ദ ബ്രാഞ്ച് ബീസ് സെയിൽസ് റവന്യൂ ആർ ഫ്രം ഐറ്റംസ് സോൾഡ് അറ്റ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിലാണ് അത് വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വേരിയബിൾ കോസ്റ്റും എന്തും ഈക്വൽ ആണെന്നാ പറയുന്നത്. അവിടെ പറഞ്ഞേ, വേരിയബിൾ കോസ്റ്റും എന്തും ഈക്വൽ ആണെന്നാ പറയുന്നത്. സെയിൽസ് റവന്യൂ ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60,000 ഹാഫ് ആണ്. ഓക്കെ, ഇതിന്റെ ഹാഫ് ആണ് എടുത്തിട്ടുള്ളത്, അതായത് ഈ എമൗണ്ടിന്റെ ഹാഫ് ആണ് എടുത്തിട്ടുള്ളത്. സെയിൽസ് റവന്യൂവിന്റെ ഹാഫ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റിലാണ് വിറ്റിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിന്റെ റിമൈനിങ് പോർഷൻ, ഓക്കെ, അതെത്ര വരുന്നത്? 60,000 തന്നെയാണ്. കാരണം 60,000 തന്നെയാണ് ഉള്ളത്. ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റില് 84,000 ഉള്ളതിൽ 60,000 എന്തിലാണ്? ഈ 1/2 റിമൈനിങ് ആയിട്ടുള്ള എത്ര പോർഷൻ ഉണ്ട്? 24,000. ഓക്കെ, 24,000 ഇതാണെന്ത് റിമൈനിങ് പോർഷന്റെ വേരിയബിൾ കോസ്റ്റ്. ഇതിൽ എത്ര കോൺട്രിബ്യൂഷൻ മാർജിൻ വരും? ഈ കോൺട്രിബ്യൂഷൻ മാർജിന് ഫുള്ള് വരുന്നത് ഇതിലോട്ടാണ്, 36,000. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഇതില് നമ്മളെ ഫസ്റ്റ് 60,000 ഉണ്ടായിരുന്നല്ലോ വേരിയബിൾ കോസ്റ്റ്, അത് ഞാൻ 0 ആണെന്നാണ് എനിക്ക് അസ്യൂം ചെയ്യുന്നത്. ഇത് 60 സെന്റൻസ് വായിച്ചിട്ട് അത് കിട്ടിയില്ലേ? ഹാഫ് ഓഫ് ബ്രാഞ്ച് ബീസ് സെയിൽസ് റവന്യൂ ആർ ഫ്രം ഐറ്റം സോൾഡ് അറ്റ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിലാണ് ഹാഫ് പോർഷന് വിൽക്കുന്നത്. ഓക്കെ, വേരിയബിൾ കോസ്റ്റിലാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ലാഭവും ഇല്ലാതെയാണ് അത് വിൽക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ചില ബിസിനസ്സിൽ ചില പ്രൊഡക്ട്സ് അങ്ങനെ വിൽക്കും. എന്തിന്? റിമൈനിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അതിന്റെ കൂടെ. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ നോർമലി സെയിൽ നടക്കുന്ന സമയത്ത് അവര് ചില പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വേരിയബിൾ കോസ്റ്റിലാണ് വിൽക്കുക, അതായത് അവർക്ക് കിട്ടുന്ന റേറ്റിലാണ് വിൽക്കുക. പക്ഷെ അവരുടെ ഉദ്ദേശം എന്താ? അതിന്റെ കൂടെ
നമ്മൾ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ നമ്മൾ കാണുമ്പോൾ പല പ്രൊഡക്ട്സും എടുക്കും. അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ആണ് ഇതിനെന്ത് ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത്. ജസ്റ്റ് ബിസിനസ് ടാക്ടിക്സ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഉള്ളൊരു സിനാരിയോ ആണിത്. ഓക്കെ, ഹാഫ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ബിന്റെ ഹാഫ് പോർഷൻ എന്താണ്, വേരിയബിൾ കോസ്റ്റിലാണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്, അറ്റ് വേരിയബിൾ കോസ്റ്റ്. ആ വേരിയബിൾ കോസ്റ്റ് ആ സെന്റൻസിൽ ഉണ്ട്, ഈസ്, വാസ്, ബൈ, ടു, അറ്റ്. ഓക്കെ ഓക്കെ, ശിവാനി കറക്റ്റ് ആണ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, എന്തോ ഒരു സിമിലാരിറ്റി ഉണ്ട് അതിന്. ഓക്കെ, അതാ ഞാൻ ഇതിന് കോൺട്രിബ്യൂഷൻ മാർജിനെ ലാസ്റ്റ് മൊമെന്റിൽ പിന്നെ ആഡ് ചെയ്തത് മറന്നുപോയി പറഞ്ഞിട്ട്. ഓക്കെ 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 അത് ആഡ് ചെയ്തപ്പോഴാണ് ആൻസർ മാറിയത് കിട്ടുന്നത്. ഓക്കെ 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 നൈസ്. ഓക്കെ, എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ്, ഈ ഒരു സെന്റൻസ് ആണ്, അത്രേ ഉള്ളൂ ആ ഒരു സെന്റൻസ്. ഓക്കെ, അത്രേ ഉള്ളൂ ആ ഒരു സെന്റൻസ്. ഓക്കെ, ഇനി റിമൈനിങ് ആയിട്ട് എന്താ വായിക്കാനുള്ളത്? കമ്പനി ഈസ് കൺസിഡറിങ് ടു എലിമിനേറ്റ് ദോസ് ഐറ്റംസ്. ഓക്കെ, അതായത് ഈ ഒരു പോർഷനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്, ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് അവിടെ പറയുന്നത്? ദിസ് വിൽ റെഡ്യൂസ് ബീസ് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് ടു 85%. അതായത് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് എന്തായിട്ട് കുറയും? ഇതിൽ ടു 85%, അല്ലെങ്കിൽ ബൈ 15%. 15% ആണ് കുറയുന്നത്. അപ്പോൾ 40,000ന്റെ 15% ആണ് എന്ത്, അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി എന്താണ് അവിടെ പറയുന്നത്? ഡിക്രീസ് ബൈ ഇറ്റ് റിമൈനിങ് ഇൻ എ 20% സെയിൽസ് ഡിക്രീസ് ഓഫ് റിമൈനിങ്. ഓക്കെ, ഒരു മിനിറ്റ്. വിൽ ആൾസോ റിസൾട്ട് ഇൻ എ 20% സെയിൽസ് ഡിക്രീസ് ഓഫ് റിമൈനിങ് ഐറ്റംസ് ഇൻ ബ്രാഞ്ച് ബി. അതായത് ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. റിമൈനിങ് ആയിട്ടുള്ളതിന്റെ സെയിൽസ് എന്താവും, 20% ഡിക്രീസ് ആവും. ഓക്കെ, അതല്ലേ അവിടെ പറയുന്നത്. ഓക്കെ, റിമൈനിങ് പോർഷൻ ഏതാണ്? ബ്രാഞ്ച് ബിന്റെ റിമൈനിങ് പോർഷൻ ആണിത്. ഓക്കെ, അതിന്റെ 20% ആണ് എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ആവുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇറ്റ് വിൽ ആൾസോ റിമെയിൻസ് ഇൻ എ 2% ഡിക്രീസ് ഇൻ ബ്രാഞ്ച് എ സെയിൽസ്. ഇതെന്താണ്, ഈ ഇങ്ങനൊക്കെ ആവുന്നത് കൊണ്ട് ഈ ബ്രാഞ്ച് എയുടെ ഒരു സെയിൽസിന്റെ 2% കുറയും. അപ്പോൾ ഇതും എന്താണ്, ഇതിന്റെ 2%, ഇതിന്റെ 2% എന്താണ്, അതും നമുക്ക് എന്താണ്, ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കിയേ, ഇനി ഒന്ന് ചെയ്ത് നോക്കിയേ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ചെയ്ത് ആയോ നോക്കട്ടെ ക്വസ്റ്റ്യന്? സർ. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ സർ. ചെയ്ത് നോക്ക്, ഒറ്റക്ക് ചെയ്ത് നോക്ക്. ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇനി ഒന്നുമില്ല ചെയ്യാന്, ജസ്റ്റ് ആ ഒരു ഇതിക്ക് കൊടുത്താൽ മതി. ഓക്കെ, പ്രോപ്പറായിട്ട് ഓരോന്നും വ്യക്തമായിട്ട് ഇതിൽ എഴുതി തന്നാണ്. എങ്ങനെയുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ,
കിട്ടിയോ? കറക്റ്റാ. ഓക്കെ, അത്രേ ഉള്ളൂ ഇതില്, ഈ ഒരു ക്വസ്റ്റ്യനുള്ളൂ. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി കിട്ടുമായിരുന്നു. ഓക്കെ, ഇതിന്റെ അവസാനത്തെ ലൈനിലും വിച്ച് ആർ സോൾഡ് അറ്റ് വേരിയബിൾ കോസ്റ്റ്, അതും എനിക്ക് പിന്നെയും കൺഫ്യൂഷൻ ആവുകയാണ്. ഈ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞ ആ സംഭവം മനസ്സിലായില്ല. കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് വി if ഡ്രോപ്പ് we ദീസ് drop ഐറ്റംസ് ഇൻ this ബ്രാഞ്ച് ബി item. വിച്ച് ആർ സോൾഡ് അറ്റ് വേരിയബിൾ കോസ്റ്റ്. ആ ലൈനും ഫസ്റ്റത്തെ ലൈനും ഓക്കെ മനസ്സിലാവാഞ്ഞിട്ടാണ്. ഓക്കെ ഓക്കെ, അതായത് ഈ ഒരു ഭാഗമാണ്. അതായത് ഇപ്പൊ നമ്മള് ഈ ബ്രാഞ്ച് ബി തന്നെ B1 B2, അതായത് B1 ഡ്രോപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ B2 ആണെന്ത്, നമ്മള് ഇത് വേറൊരു രീതിയിലും ചെയ്യായിരുന്നു. അതായത് ഒരു കമ്പനിയിൽ 3 ബ്രാഞ്ച് ആക്കിയിട്ട് തിരിക്കുന്ന പോലെയും ചെയ്യായിരുന്നു. ഏത് കൺസെപ്റ്റിലും നിങ്ങൾക്ക് എടുക്കായിരുന്നത്. ഓക്കെ, ഞാൻ അന്ന് ആ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 3 ബ്രാഞ്ച് ഉള്ള പോലെയോ ഞാനൊരു ഹിന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഈ ഒരു ഇതിൽ മാക്സിമം വരാനുള്ള മാക്സിമം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. രസമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ചും കൂടെ ഒന്ന് ഡെപ്തിൽ വായിച്ചു നോക്കിയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചെയ്ത് ആൻസർ ഒന്ന് അയച്ചേ. അല്ല, ഇത് ഞാൻ എഴുതണോ? ജസ്റ്റ് ഐ തിങ്ക് റെക്കോർഡിങ്സ് കേൾക്കുന്നവർക്ക് വേണ്ടി വരും. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഇത്രയും ഇതാണ് ബ്രാഞ്ച് 1. ബ്രാഞ്ച് ബിനെ 1 ആക്കിയിട്ടും 2 ആക്കിയിട്ടും, അതായത് ഈ ഒരു പോർഷന് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രോപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ ഓക്കെ, ഇതിൽ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ, നമുക്ക് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് വി ഡ്രോപ്പ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഏതായിരുന്നു? ഡയറക്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള 40,000ന്റെ 15% അല്ലേ? ഓക്കെ, അപ്പോൾ 40,000 ഇൻറ്റു 15%, അത്ര എമൗണ്ട് എത്ര? 6,000. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താണ് ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ. അപ്പൊ ഏത് സെഗ്മെന്റാണ് നമ്മൾ ആദ്യം ഒഴിവാക്കുന്നത്? ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള B1 എന്നുള്ളത്, അതായത് വേരിയബിൾ കോസ്റ്റിൽ സെയിൽ ചെയ്യുന്നത്, അതിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ മാർജിൻ പോവാനുണ്ടോ? ഇല്ല. അപ്പോൾ B1 0 ആണ് പോകാനുള്ളത്. ഓക്കെ, B1 എന്ന് പറയുന്ന പോർഷന് 0 ആണ് പോകാനുള്ളത്. പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ഈ ഒരു പോർഷനിൽ വിൽ ആൾസോ റിസൾട്ട് ഇൻ എ 20% ഓഫ് സെയിൽസ് ഡിക്രീസ് ഓഫ് റിമൈനിങ് ഐറ്റംസ് ഇൻ ബ്രാഞ്ച് ബി. ഓക്കെ, റിമൈനിങ് ഐറ്റംസിന്റെ ബ്രാഞ്ച് ബിയിലെ റിമൈനിങ്, അതായത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള B2ന്റെ 20% ഡിക്രീസ് ആവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ B2 നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് B1 B2 എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, B2ന്റെ 20%, അതായത് 36,000ന്റെ 20%, 36,000 ഇൻറ്റു 20%, അത്ര എമൗണ്ട് എത്ര വരുന്നത്? 7,200. 7,200. ഓക്കെ, പിന്നെ ബ്രാഞ്ച് ഇതുകൊണ്ട് എന്താണ്, ബ്രാഞ്ച് എയുടെ 2%, ലോസ് അതായത് 48,000ന്റെ 2%, 48,000 ഇൻറ്റു 2%, എത്രയാണ് എമൗണ്ട് വരുന്നത്?
960 അല്ലേ? ഉം. ഇതിന്റെ ടോട്ടൽ 6000 ഇവിടെ ലെസ് ഇതിന്റെ ടോട്ടൽ 8160 അല്ലേ? മൈനസ് 2160 എന്ന് കിട്ടും. അതായത് ഇൻക്രിമെന്റൽ ലോസ് ഇഫ് വി ഡ്രോപ്പ്. നമ്മളത് ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? തീരുമാനിക്കും. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നയച്ചേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന B&B ഇൻകോർപ്പറേഷൻ അല്ലേ? അതിന്റെ ആൻസർ ഒന്ന് അയച്ചു. ഓക്കെ, ശിവാനി കറക്റ്റ് ആണ്, ഓശിറ കറക്റ്റ് ആണ്. ഓക്കെ, ഗുഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? കൂടുതലായിട്ട് ഡൗട്ട് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ അതിൽ? ആ ഒരു ക്വസ്റ്റ്യനിൽ ഇല്ല. ഓക്കെ, ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ്. നമ്മളോട് എന്താണ് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു? നെഗറ്റീവ് മൂവ് ആണോ പോസിറ്റീവ് മൂവ് ആണോ ഓക്കെ, ഇൻക്രിമെന്റൽ ലോസ്? അതിന്റെ എഫക്റ്റ്. ഓക്കെ, ഓക്കെ, കാണുന്നുണ്ടോ സ്ക്രീന്? ഓക്കെ, B&B ഇൻകോർപ്പറേഷൻ റീറ്റെയിലിംഗ് കമ്പനിയാണ്. ഹാസ് 2 ഡിപ്പാർട്ട്മെന്റ്, 2 ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്, എക്സും വൈയും. റീസെന്റ് മന്ത്ലി കോൺട്രിബ്യൂഷൻ ഫോർമാറ്റ് അടിയിൽ തന്നുള്ള കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. എ സ്റ്റഡി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് 340,000 ഓഫ് ഫിക്സഡ് എക്സ്പെൻസ് being charged to Y are sunk cost or allocated cost that will continue even if Y is dropped. അതായത് വൈൻ്റെ ഫിക്സഡ് എക്സ്പെൻസിൽ 340,000 അൺഅവോയ്ഡബിൾ ആണെന്നാ പറയുന്നത്. ഓക്കെ, ഇൻ അഡീഷൻ ദ എലിമിനേഷൻ ഓഫ് Y വിൽ റിസൾട്ട് ഇൻ എ 10% ഡിക്രീസ് ഇൻ സെയിൽസ് ഓഫ് എക്സ്. ഓക്കെ, വൈൻ്റെ എലിമിനേഷൻ 10% എന്ത് ചെയ്യും? എക്സിന്റെ സെയിൽസിനെ കുറക്കും എന്നുള്ളത്. അതായത് ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിന് 2.1 മില്യന്റെ എന്താണ് 10% ആണ്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നുള്ളത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഗിവ്സ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് വി ഡ്രോപ്പ് ചെയ്യുമ്പോൾ. ഓക്കെ, അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് അതായത് ഈ ഒരു ഇതിൽ 340,000 എന്താണ്? 340,000 അൺഅവോയ്ഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ അവോയ്ഡബിൾ ആയിട്ടുള്ളത് റിമൈനിങ് 800,000 മൈനസ് 340,000 460,000 അല്ലേ?
460,000. ഓക്കെ, 460,000. അതുപോലെ തന്നെ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര? നമ്മളെ എക്സിന്റെ 10% അല്ലേ? അപ്പോൾ 2.1 മില്യന്റെ 10% ഇൻറ്റു 10% 210,000. ഓക്കെ, 210,000 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത് രണ്ട് തന്നെയല്ലേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വൈൻ്റെ കോൺട്രിബ്യൂഷൻ മാർജിനും ഉണ്ടല്ലോ അല്ലേ? വൈൻ്റെ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര? 600,000. അതാണല്ലോ ഫസ്റ്റ് ഇത് ചെയ്യുന്നത്, ഡ്രോപ്പ് ചെയ്യുന്നത്. അത് ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് മറ്റേതും ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. 460,000 മൈനസ് 810,000 അല്ലേ? 460,000 മൈനസ് 810,000 350,000. 350,000 incremental loss if we drop. So we don't drop. ഓക്കെ, ആ ഒരു സെഗ്മെന്റ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും പറഞ്ഞത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്പാരിസൺ ആയിരുന്നു. അത് പ്രോപ്പറായിട്ട് നോക്കിയോ? Yes, sir. Delicious dessert. ഏതാണ് ഓപ്ഷൻ? ഓക്കെ, മുബഷിറ കറക്റ്റ് ആണ്. ശിവാനി ഏതാ ഓപ്ഷൻ? ഓക്കെ, കറക്റ്റ് ആണ്. ഗുഡ്. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? Delicious Dessert is thinking about ending production of 2 types of ice cream. 2 type of ice cream ഉണ്ട്, റം റൈസിനും ബ്ലൂ മൂണും അല്ലേ? അതിന്റെ സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഇഫ് ഡെലീഷ്യസ് സ്റ്റോപ്പ് മേക്കിംഗ് റം റൈസിൻസ് ഐസ്ക്രീം, അതായത് റം റൈസിൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇറ്റ് എസ്റ്റിമേറ്റ് ഇറ്റ് ക്യാൻ എലിമിനേറ്റ് 75% ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഫിക്സ്ഡ് എക്സ്പെൻസിന്റെ 468,000ന്റെ 75% എന്താണ്? അവോയ്ഡബിൾ ആണ്. ഓക്കെ, അതായത് 351,000 അല്ലേ? 468 ഇൻറ്റു 75%, 351,000. ഓക്കെ, അതെന്താണ്? അവോയ്ഡബിൾ ആണ് എന്നർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ സിമിലർലി ഇഫ് ഇറ്റ് സ്റ്റോപ്സ് മേക്കിംഗ് ബ്ലൂ മൂൺ ഇറ്റ് എസ്റ്റിമേറ്റ്സ് ഇറ്റ് ക്യാൻ എലിമിനേറ്റ് 70% ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, ഇഫ് ഇറ്റ് സ്റ്റോപ്പ് മേക്കിംഗ് ബ്ലൂ മൂൺ. ഇനിയിപ്പോൾ അതേ സ്ഥാനത്ത് ബ്ലൂ മൂൺ നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? 70%, അതായത് ബ്ലൂ മൂണിന്റെ 70% ആണ് എന്ത് ചെയ്യുക? ഫിക്സ്ഡ് കോസ്റ്റിന്റെ 70% ആണ് എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എത്ര വരുന്നത്? 254,800 അല്ലേ? ബ്ലൂ മൂണ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ 254,800 ആണ് എന്ത് വരിക? ഫിക്സ്ഡ് എക്സ്പെൻസ് അവോയ്ഡബിൾ ആയിട്ട് വരിക. ഓക്കെ, അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പ്രോഡക്റ്റ്. Given these figures, which of the following statement is true? ഓക്കെ, രണ്ടെണ്ണത്തിൽ ഏതാണ് ട്രൂ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? രണ്ടിൻ്റെയും പ്രോപ്പറായിട്ട് ഒന്ന് എഴുതി നോക്കാം. ക്വസ്റ്റ്യന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ അല്ലേ? ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ക്വസ്റ്റ്യന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ഡിലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആൻസർ ചെയ്ത് തന്നാൽ പോരെ? ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ റെക്കോർഡിങ്സ് കാണുന്നൊരു ക്വസ്റ്റ്യന് അതിൻ്റെ കൂടെ ഒരുമിച്ച് വെക്കുക കേട്ടോ. ഫോണിൽ എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലാണ്. ഫസ്റ്റ് സിനാരിയോ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് സിനാരിയോ റം റൈസിൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡ്രോപ്പ് ചെയ്യണോ തീരുമാനിക്കുന്നത്. റം റൈസിൻസ് ഡ്രോപ്പ് ഓർ നോട്ട്. ഓക്കെ, അതായത് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫ്, അങ്ങനെ പറയാം, ഇഫ് റം റൈസിൻസ് ഡ്രോപ്പ്. ഓക്കെ, ഡ്രോപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സിനാരിയോ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ. നമുക്ക് എന്ത് ചെയ്യും? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് വി
ഡ്രോപ്പ്. ഇതാദ്യം നമുക്ക് നോക്കിയാലേ, രണ്ടിന്റും നോക്കി വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു ഫൈനൽ ഡിസിഷൻ ഇതിൽ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ റംറൈസിന്റെ അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 351,000. ഓക്കെ, നമ്മളത് വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര? 680 മൈനസ് 246 434,000 അല്ലേ? 434,000. ഓക്കെ, അപ്പൊ നമുക്ക് റിമൈനിങ് ആയിട്ട് കിട്ടുന്നത് -83,000 അല്ലേ? ഇൻക്രിമെന്റൽ ലോസ് ആണ്. ഓക്കെ, ഇൻക്രിമെന്റൽ ലോസ് ഇഫ് ഈ ഡ്രോപ്പ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മളിത് എന്ത്, ഇഫ് ബ്ലൂ മൂൺ ഡ്രോപ്പ്. ഓക്കെ ഓക്കെ, ബ്ലൂ മൂൺ ഡ്രോപ്പ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? സെയിം അവോയ്ഡബിൾ കോസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഗിവ്സ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, ബ്ലൂ മൂണിന്റെ നമ്മൾ നേരത്തെ എത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് 254,800 അല്ലേ? ഓക്കെ, ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര? 573,000 മൈനസ് 219,000. ഓക്കെ, 5,73,000 മൈനസ് 219. ഓക്കെ, 219,000. ഓക്കെ, എത്ര വരുന്നത് അത്? 354,000 അല്ലേ? ഓക്കെ, ഇത് നമുക്ക് ലെസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? നെഗറ്റീവ് ഫിഗർ തന്നെയാണ്, ലോസ് തന്നെയാണ് കേട്ടോ. മൈനസ്, സർ അതെ പറഞ്ഞോ. ഞാന് എന്താ പറയാ LCM തന്നെ എടുത്തു. അല്ല, LCM-ഉം എടുത്ത് ചെയ്തപ്പോ എനിക്ക് 83 ആണ് കിട്ടിയത് റംറൈസിൽ. പിന്നെ ബ്ലൂ മൂൺ 100. എങ്ങനെ? എനിക്ക് 100 കിട്ടിയത്. എന്ത് 100? ബ്ലൂ മൂൺ ഇൻക്രിമെന്റൽ ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. അതെങ്ങനെ വന്നു? അപ്പൊ തെറ്റാണല്ലോ ചെയ്തത്. പക്ഷെ ഓപ്ഷൻ വൈസ് നോക്കുമ്പോ അത് കറക്റ്റ് ആണ്. അത് എല്ലാ ക്വസ്റ്റ്യനിലും അതേപോലെ വരണമെന്നില്ലല്ലോ. ഇതെന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ. പക്ഷെ എന്റെ എല്ലാ ഇതൊക്കെ ചെയ്തു. ഒരു മിനിറ്റ് സർ, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഈ AFCയും കറക്റ്റ് ആയിട്ടാ വന്നത്. അല്ല, ഒരു മിനിറ്റ്. ജസ്റ്റ് ഈ രീതിയിലാണ് കറക്റ്റ് ആയിട്ട് ഇതിന്റെ വരുന്നത്. ഓക്കെ, അവോയ്ഡബിൾ കോസ്റ്റും ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിനും. ഓക്കെ ഓക്കെ, സാർ അപ്പൊ പറ. സാർ ഒരു 800-ന്റെ 800 ഒരു ഡിഫറൻസ് വരുന്നുണ്ട് എനിക്ക് അമൗണ്ടിൽ. ഔ. AFC ബ്ലൂ മൂണിന്റെ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര കിട്ടിയേ? 254,000. 254,000 ആണോ? 254,800. ഓക്കെ, അവിടെയാണ് ആ 800 പോയത്. ഓക്കെ, ഇവിടെ ഈ ഒരു എമൗണ്ടിലാണ് പ്രോബ്ലം. ഓക്കെ, ജസ്റ്റ് എഴുതിയപ്പോൾ തെറ്റിയതായിരിക്കാം മേ ബി. ഓക്കെ, ജസ്റ്റ് നോക്ക്. യെസ് സർ. ഓക്കെ, കുഴപ്പമില്ല, നോ ഇഷ്യൂസ്, ശ്രദ്ധിക്കുക. ഓക്കെ, ഓരോ ഇനി ഓരോ ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, വായിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ എ, Delicious will lose money if it discontinues either product, but it will lose a greater amount by discontinuing the rum raisin. rum raisin ആണോ കൂടുതൽ നഷ്ടമുള്ളത് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ? അല്ല, ബ്ലൂ മൂണിനാണ് കൂടുതൽ നഷ്ടമുള്ളത്. കാരണം rum raisin 83,000 ആയിരുന്നു, മറ്റേതിന് ബ്ലൂ മൂണിന് എത്ര 99,200 ഉണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ലോസ് ഏതിലാ വരുന്നത്? ഏത് ഡ്രോപ്പ് ചെയ്താലാ? ബ്ലൂ മൂൺ ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ ബി, ഡെലീഷ്യസ് വിൽ ലോസ് മണി ഇഫ് ഇറ്റ് ഡിസ്കണ്ടിന്യൂസ് എയ്തർ പ്രോഡക്റ്റ്. രണ്ട് പ്രോഡക്റ്റ് ചെയ്താലും എന്താണ്? ലോസ് ആണ്, നമുക്കറിയാം. രണ്ടും നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബട്ട് ഇറ്റ് വിൽ ലോസ് എ ഗ്രേറ്റർ എമൗണ്ട് ബൈ ഡിസ്കണ്ടിന്യൂ ദ ബ്ലൂ മൂൺ. ബ്ലൂ മൂൺ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ഏറ്റവും ലോസ്. അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. കറക്റ്റ് അല്ലേ? 83,000 ആയിരുന്നു റംറൈസിന്, ബ്ലൂ മൂണിനാണ് ഏറ്റവും കൂടുതൽ 99,200 വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി ബാക്കിയുള്ള ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. ഓക്കെ, ഡെലീഷ്യസ് വിൽ, ഓപ്ഷൻ സി, ഡെലീഷ്യസ് വിൽ ലോസ് മണി ഇഫ് ഇറ്റ് ഡിസ്കണ്ടിന്യൂസ് റംറൈസിൻ ആൻഡ് മേക്ക് മണി. ഒരിക്കലും ഇല്ല. മേക്ക് മണി ചെയ്യുന്നുണ്ടോ? ഇല്ല, അവിടെ തന്നെ
പോയി. ഓക്കെ, നമുക്കിവിടെ രണ്ടിന്റെ ഇത് നോക്കിയിട്ടും നമുക്ക് എന്താ കിട്ടിയത്? അനലൈസ് ചെയ്തിട്ടും നമുക്ക് നെഗറ്റീവ് ഫിഗർ കിട്ടിയത്. അപ്പൊ മേക്ക് മണി ഇല്ല അവിടെ. ഓക്കെ, ഓപ്ഷൻ ഡി ഡെലീഷ്യസ് വിൽ മേക്ക് മണി. അവിടെ തന്നെ ആ രണ്ട് ഓപ്ഷൻ എന്താണ്? ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആണ്. ഓക്കെ, അതായത് ഓപ്ഷൻ സി ആൻഡ് ഡി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വായിക്കുമ്പോൾ ഡൗട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആൻഡ് ബി ആണ്. ഓക്കെ, അതിൽ ബി ആണ് കറക്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം വർക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ഹെഡിങ്, ആഡ് എ സെഗ്മെന്റ് ഓർ നോട്ട്. ഡ്രോപ്പ് എ സെഗ്മെന്റിന്റെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല, ഏറ്റവും അതിൽ കുറച്ചൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഐ തിങ്ക് ആ ഒരു ഹാഫ് ഓഫ് ദ വേരിയബിൾ കോസ്റ്റ്, ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ബ്രാഞ്ച് എ ബ്രാഞ്ച് ബി വരുന്നത്. ഓക്കെ, അതാണ് അതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ അല്ലേ. ഇനി അടുത്ത ഹെഡിങ് ആണ് ആഡ് എ സെഗ്മെന്റ് ഓർ നോട്ട്. സെഗ്മെന്റ് ഓർ നോട്ട് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെ വരുന്നത്? നമ്മൾ ഡ്രോപ്പ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എങ്ങനെയായിരിക്കും ഇത് നമ്മൾ അനലൈസ് ചെയ്യാം? ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യാം? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഒരു ബ്രാഞ്ച് എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും അതിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ടിൽ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റും അതുപോലെ തന്നെ ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിനും തമ്മിലാണ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ, ഒരു സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്? എന്തായിരിക്കും? ആ സെഗ്മെന്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കോസ്റ്റ് കൂടുന്നുണ്ടോ ഇല്ലയോ? എന്ത് കോസ്റ്റ്? എന്ത് കോസ്റ്റ്? ഫിക്സഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, ഗുഡ്, അത് തന്നെ. ഓക്കെ, അപ്പോൾ ഇതിന്റെ സിമിലർ ആയിട്ട് തന്നെയാണ് ഓപ്പോസിറ്റ്. ഇപ്പോൾ ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ടിന്റെ എങ്ങനെയായിരുന്നു? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്, ആ രീതിയിലാണ് വരുന്നത്. ആഡ് എ സെഗ്മെന്റിന്റെ എങ്ങനെ? ആഡ് എ സെഗ്മെന്റ്, ഓക്കെ, ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ ഇതെന്താണ്? കമ്പനിയുടെ ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഇത് കോസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നേരെ തിരിച്ചു വരുമ്പോൾ ഈ ഒരു രീതി വരും. ലോസ് ഉള്ളത് എന്താവും? ഗെയിൻ ആവും. ഓക്കെ, ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ആവും. ഓക്കെ, ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ആവും. ഇവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്താണ്? അഡീഷണലി എത്ര ഫിക്സ്ഡ് കോസ്റ്റ് വരും നോക്കാം. ഓക്കെ, അഡീഷണൽ ആയിട്ട് വരുന്ന ഫിക്സ്ഡ് കോസ്റ്റ്, ശിവാനി പറഞ്ഞ പോലെ എന്താണ് ആഡ് ആയി വരുന്നത്? ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, അഡീഷണൽ ആയിട്ട് വരുന്ന ഫിക്സ്ഡ് കോസ്റ്റ്. ഇത് നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ആണോ എന്നുള്ളത് നോക്കണം. ഓക്കെ ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് ആഡ് എ സെഗ്മെന്റ് ഓർ നോട്ട് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, എഴുതിയല്ലോ അല്ലെ? ഒരു എക്സാമ്പിൾ എഴുതാം. ഒരു മിനിറ്റ്, ജസ്റ്റ് കുറച്ചും കൂടെ. യെസ് സർ, കഴിഞ്ഞു. ഓക്കെ ഓക്കെ, എക്സാമ്പിൾ. ടീഷർട്ട്, ഷർട്ട്, സെയിൽസ് റവന്യൂ മൈനസ് വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ മാർജിൻ, ഫിക്സ്ഡ് കോസ്റ്റ്, പ്രോഫിറ്റ്. ഓക്കെ,
ടീഷർട്ടിനാണെന്നുണ്ടെങ്കിൽ 20,000 വേരിയബിൾ കോസ്റ്റ് 10,000 കിട്ടും. ഫിക്സ്ഡ് കോസ്റ്റ് 4,000. അങ്ങനെയാണെങ്കിൽ 6,000 എന്താണ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഷർട്ട് 5,000 3,000 ആയിരുന്നു, 2,000 700 ഫിക്സ്ഡ് കോസ്റ്റ് 1,300. ഓക്കെ, ഈ ഷർട്ടിന്റെ സെഗ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോ നിലവിൽ കമ്പനിക്ക് എന്തായിരുന്നു പ്രോഫിറ്റ്? 6,000 ആയിരുന്നു. ഓക്കെ, അപ്പോ ഈ ഒരു സെഗ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെയ്തോക്കെ. ഇതിൽ ഈ 2,000 എന്താ? ഈ 2,000 എന്താ പറഞ്ഞേ? ഇതെന്താ? ഗെയിൻ ചെയ്യാം. കോൺട്രിബ്യൂഷൻ മാർജിൻ. ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, അതുപോലെ തന്നെ ഈ 700 എന്താ? ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ്. അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, ഇത് തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ്, ഇത് തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? പ്രോഫിറ്റ് ബിഫോർ ആഡിങ് എ സെഗ്മെന്റ്. ഇതൊക്കെ നോട്ടിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഈ 1,300 എന്താണ്? ന്യൂ സെഗ്മെന്റിന്റെ പ്രോഫിറ്റ്. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തത് എന്താണ്? അതായത് 7,300 ഇതെന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ആഡിങ് എ സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ആഡ് ചെയ്യാതിരിക്കോ? ആഡ് ചെയ്യാണോ ചെയ്യാതിരിക്കണം? ഓക്കെ, ആഡ്. ഡിസിഷൻ എന്താ? ആഡ്. ഓക്കെ, ഡിസിഷൻ ആഡ് ചെയ്യുമെന്നുള്ള തീരുമാനം എടുത്തു. ഓക്കെ, എന്തേ മനസ്സിലാകാത്തുണ്ടോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? സാർ ഒന്നുകൂടെ പറയൂ, എനിക്ക് ഇടയ്ക്കൊരു കോള് വന്നു. ഓക്കെ. അതായത് ഈ 6,000 എന്താ, ആഡ് ചെയ്യുന്നതിന്റെ മുമ്പ് കമ്പനിയുടെ പ്രോഫിറ്റ് ആണ്. അതാണ് പ്രോഫിറ്റ് ബിഫോർ ആഡിങ് സെഗ്മെന്റ്. ഓക്കെ, ഇതിലോട്ട് ഇതും കൂടി ആഡ് ചെയ്തിട്ടുള്ള കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? 7,300. ഇതെന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ആഡിങ്. പ്രോഫിറ്റ് അല്ലേ, ഇൻക്രീസ് ചെയ്യുന്നില്ലേ? 6,000 നിന്ന് 7,300 ആയി, പ്രോഗ്രസ് ഇല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? ആ സെഗ്മെന്റ് ആഡ് ചെയ്യും. ഓക്കെ, ഡിസിഷൻ എന്താണ്? ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ. ഓക്കെ, സാർ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ അഡീഷണൽ എഫ്സിയും മൈനസ് ചെയ്തിട്ടുള്ള ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് അത് കാണണ്ടേ? അത് എങ്ങനെ ഇതിലെ ഡിസിഷൻ? ലൈക്ക് ഇതന്നെ, അതാണല്ലോ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ മൈനസ് അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് ഈക്വൽ ടു ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് വി ആഡ്. ഓക്കെ, ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയായിരുന്നു? 2,000 മൈനസ് 700. ഓക്കെ, ഗിവ്സ്
1300 profit if we Add. add. So we add this segment. ഓക്കെ, ഈ ഒരു സെഗ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, ഇനി നിലവിലുള്ള ബിഫോർ എത്രയായിരുന്നു? ബിഫോർ സെഗ്മെന്റിന്റെ ബിഫോർ എത്രയായിരുന്നു? ഇൻക്രിമെന്റൽ 6,000. അതായത് പ്രോഫിറ്റ് 6000 ആയിരുന്നു. നമുക്ക് 6,000. പ്ലസ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് 1,000. സിമിലർ ആയിട്ട് തന്നെ അവിടെ എഴുതിയ പോലെ തന്നെ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ആഡിങ്. ഓക്കെ, അതാണ് 6000 പ്ലസ് 1300 ഇസ് ഈക്വൽ ടു 7300 പ്രോഫിറ്റ്. ഇതാണ് എന്ത് പുതിയ പ്രോഫിറ്റ്, ആഡ് ചെയ്തതിന്റെ ശേഷമുള്ള പുതിയ പ്രോഫിറ്റ്. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെറ്റ് അല്ലേ? അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബോക്സ് ആക്കിയിട്ട് ഈ ബോക്സ് എഴുതാൻ എനിക്ക് ഈ ബോക്സ് എഴുതിയാൽ ചിലപ്പോൾ അത് മാത്രം പഠിച്ചു വെക്കും. ഓക്കെ, ഇതിന്റെ മുമ്പ് എഴുതിയിട്ടൊക്കെ അത് മാത്രം പഠിച്ച് വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ, അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ്, ഈ അഡീഷണൽ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ലെസ് അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡോണ്ട് ആഡ്. ഓക്കെ, ഇതും എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ബോക്സ് ആക്കി വെക്കുക. നിങ്ങൾ പല ആൾക്കാർ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ കറക്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ഡിസിഷൻ പലപ്പോഴും തെറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് ശിവാനിയുടെ ഒന്ന് തെറ്റി, ഇതിന്റെ മുമ്പ് മുബഷിറിന്റെ തെറ്റിയിട്ടുണ്ട്, ആരാധനന്റെ തെറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു സെന്റൻസ് ആണ് നമ്മൾ എന്താ നോക്കുന്നത്? നമ്മളെ മെയിൻ ഹെഡ് വായിച്ചാൽ തന്നെ അത് കിട്ടും. ഓക്കെ, ഇവിടെ എന്താണ്? ആഡ് എ സെഗ്മെന്റ് ഓർ നോട്ട്, ആഡ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഡിസിഷനൊക്കെ എന്ത് ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ ആഡ് ആണോ ചെയ്യുന്നത്? ഓക്കെ, അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഡിസിഷൻസ് ഒക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടുന്ന് നമുക്ക് എന്താ കിട്ടേണ്ടത്? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആഡ് ചെയ്യുമ്പോൾ, ആഡ് ചെയ്യാണോ അല്ലയോ എന്നുള്ളതാണല്ലോ നോക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡ്രോപ്പ് ബൈ സെഗ്മെന്റിന്റെ എങ്ങനെയായിരുന്നു? ഡ്രോപ്പ് ചെയ്യാണോ വേണ്ടയോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഡിസിഷൻ വരുന്നത്? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് വി ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ഓക്കെ, ഈ ഒരു രീതിയിൽ മാത്രം ചിന്തിക്കുക. ഓക്കെ, അല്ലാതെ ഈ ഒരു ബോക്സ് ജസ്റ്റ് നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൂ. ഈ ബോക്സ് ഞാനല്ല ശരിക്കും എഴുതി തരേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള രൂപത്തിലാണ് നിങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ, ഈ ബോക്സ് മാത്രം പഠിച്ചു വെക്കരുത്. ഓക്കെ, സിമിലർ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. എന്തെങ്കിലും ഡൗട്ട് ഇല്ല? ഓക്കെ, നോട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ടീഷർട്ട് സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, പ്രോഫിറ്റ്. ഓക്കെ, നേരത്തെ ഇത് സിമിലർ ഡാറ്റ തന്നെ 20,000, 10,000, 4,000 ഫിക്സ്ഡ് കോസ്റ്റ്, 6,000 പ്രോഫിറ്റ്. ഓക്കെ, ഇനി ഫോർകാസ്റ്റഡ് ഡാറ്റ ഓഫ് ഷർട്ടിന്റെ ഫോർകാസ്റ്റ് ചെയ്ത ഡാറ്റ.
ഓക്കെ. സെയിൽസ് 1000 യൂണിറ്റ്സ്. 1000 യൂണിറ്റ്സ്. സെല്ലിംഗ് പ്രൈസ് 50. എഴുതുന്നല്ലേ? വേരിയബിൾ കോസ്റ്റ് 30. അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് 8,000. ഫസ്റ്റ് സിനാരിയോ. ഓക്കെ, ഫസ്റ്റ് സിനാരിയോ ആണ്. ഇഫ് ഷർട്ട് ഈസ് ആഡഡ് സർ പറ. വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്ന്? 30. അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് 8,000. ഓക്കെ, ഓക്കെ അല്ലേ? യെസ് സർ. If shirt is added, sales of t-shirt will reduce by 40%. Calculate incremental profit or loss if we add. B, add or not. C, total profit after adding. ഓക്കെ, ഒന്ന് ചെയ്തേ. വശറ കറക്റ്റ് ആണ്. ഗുഡ്. ഓക്കെ, ലാസ്റ്റ് ഇതേ തെറ്റല്ലോ. ശിവാനി തെറ്റാണ്. സർ പറ. കേട്ടില്ല. തെറ്റാണ്. മുബഷിറ തെറ്റാണല്ലോ. അതെന്താ ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ആഡിങ് എന്താ അത്ര പ്രശ്നം? നമ്മൾ നേരത്തെ എഴുതിയതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേ.
നേരത്തെ എഴുതിയാൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 6000 പ്ലസ് ഓർ മൈനസ്. ഈ 6000 എന്താണ്? പ്രോഫിറ്റ് ബിഫോർ ആഡിങ്. ഓക്കെ, പ്രോഫിറ്റ് ബിഫോർ ആഡിങ് പ്ലസ് ഓർ മൈനസ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ആഡിങ്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആണ്. ഓക്കെ, ബഷീർ. ഓക്കെ, ശിവാനിന്റെ എന്താ പറ്റിയേ? ശിവാനി കിട്ടിയില്ലേ? സാർ എനിക്ക് ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആയിട്ടില്ല. സാർ എന്റെ വോയിസ് കേക്കുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. പറ. ആ സാർ എനിക്ക് എവിടെ തെറ്റിയെന്ന് അറിയണില്ല. സാർ ഒന്ന് കാണിച്ചു ഞാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ മൈനസ് അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് വി ആഡ്. ഓക്കെ, ഓക്കെ. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ഷർട്ട് ഈസ് ആഡഡ് സെയിൽസ് ഓഫ് ടീ ഷർട്ട് വിൽ റെഡ്യൂസ് ബൈ 40%. ഷർട്ട് ആഡ് ചെയ്താൽ ടീ ഷർട്ടിന്റെ സെയിൽസ് എന്താവും? 40% കുറയും. ഓക്കെ, 40% എന്ത് ചെയ്യും? കുറയും. 10,000 ഇൻറ്റു 40% എത്ര? 10,000 ഇൻറ്റു 40% 4,000. ഓക്കെ, 4,000. അപ്പോ ഗെയിൻ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, അപ്പോൾ നേരെ തിരിച്ചായിരുന്നു. ലോസ് ഉള്ളിടത്ത് ലോസ് മാത്രം എഴുതും, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യും? ഗെയിൻ എഴുതും. ഓക്കെ, നമ്മൾ ആഡ് എ സെഗ്മെന്റ് ഓർ നോട്ടിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. എന്താ? ഓപ്പോസിറ്റ് ഓഫ് ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ട്. എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ അതെത്ര വരുന്നത്? 10,000 ഇൻറ്റു 40% ഈസ് ഈക്വൽ ടു 4,000 അല്ലേ? 4,000. ഓക്കെ, ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര? നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിന്ന് കിട്ടുന്നത് 1000 യൂണിറ്റ്സ് ആണ്. 50 ആണ് സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ് 30. അപ്പോൾ 20 കോൺട്രിബ്യൂഷൻ മാർജിൻ. അപ്പോൾ 20 ഇൻറ്റു 1000. ഓക്കെ, 20 ഇൻറ്റു 1000, 20 ഇൻറ്റു 1000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 ഇൻറ്റു 1000. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് എന്താ?
അഡീഷണൽ ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് 8,000 ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, 8,000. ഓക്കെ, 8,000ഉം 4,000ഉം ഇവിടെ ഗെയിൻ ആയിട്ട് ഇനി വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്ര? 20,000 മൈനസ് 12,000 ഗിവ്സ് എന്താണ്? പോസിറ്റീവ് 8,000 ഇൻക്രിമെൻ്റൽ പ്രോഫിറ്റ് ഇഫ് വി ആഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ പോരെ. ബി ആഡ്. സി സി എന്താണ്? പ്രോഫിറ്റ് ബിഫോർ എത്ര? 6,000 ആയിരുന്നു ആദ്യത്തെ പ്രോഫിറ്റ് അല്ലേ? ഇതായിരുന്നു നിലവിലുള്ള കമ്പനിയുടെ പ്രോഫിറ്റ്, ഈ ഒരു സെഗ്മെന്റ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ. ഓക്കെ, അതിലേക്ക് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. എത്ര? 8,000. അത് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 14,000 കിട്ടും. ഓക്കെ ഓക്കെ, ഇതിലെന്താ ഇത്ര ഡൗട്ട്? ഈ സി എന്ന് പറയുന്നതിൽ ഓൾറെഡി കിട്ടിയ സാധനം നമ്മൾ ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒരു എമൗണ്ടിനായിട്ട് ജസ്റ്റ് ആഡ് ചെയ്യാനുള്ളൂ. അതെന്ത് പറ്റി? ഇതിലെ പ്രോഫിറ്റ് ആയിട്ട് ആഡ് ചെയ്തു ലൈക്ക് ആദ്യം 12,000 ലാസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഒക്കെ ലെസ് ചെയ്തിട്ടുള്ള. ഓക്കെ 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 ഓക്കെ. ശിവാനി, എന്താണ് അവസ്ഥ? സെറ്റായോ? യെസ് എനിക്ക് ആക്ച്വലി 4,000 കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ 4,000ഉം ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ബാക്കിയുള്ളത് 4,000. അപ്പോൾ 4,000ഉം TFCയും 4,000 നിന്ന് TFC 4,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ടീഷർട്ട് ഒന്നും ഇല്ല, അങ്ങനെയാക്കി. ഓക്കെ 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 ഓക്കെ, ഈ ഒരു രൂപത്തിലാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി എടുക്കുക. പറഞ്ഞത് മനസ്സിലായില്ലേ ഡിസ്കസ് ചെയ്തപ്പോൾ? അപ്പോൾ ഓക്കെ ആയില്ലേ? യെസ് സർ. ഓക്കെ ഓക്കെ, ഇനി ഇതുപോലത്തെ റിപ്പീറ്റ് ചെയ്യരുത്. ഓക്കെ, ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. സിമിലർ ആണ്, സിമിലർലി ഓപ്പോസിറ്റ് ടു ഏതിന്? ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിൽ ഭയങ്കര ഒരുപാട് മനസ്സിലാക്കാനൊന്നുമില്ല, ജസ്റ്റ് തിങ്ക് ചെയ്ത് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇതിൽ അടുത്ത സിനാരിയോ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, സെയിം മാസ്റ്റർ ക്വസ്റ്റ്യൻ 1 ആണ് ഈ ടീഷർട്ട് ആൻഡ് ഷർട്ട്. ഓക്കെ, ഇഫ് ഷർട്ട് ഈസ് ആഡഡ്, ഷർട്ട് ആഡ് ചെയ്തു. ഓക്കെ, കോമ സെല്ലിംഗ് പ്രൈസ് ഓഫ് t-shirt will be reduced by 10% to sustain the sales units. The t-shirtന്റെ സെയിൽസ് യൂണിറ്റ്സ്. ഓക്കെ, നിലവിൽ വിൽക്കുന്ന യൂണിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? സെല്ലിംഗ് പ്രൈസ് അങ്ങ് കുറച്ചു. ഓക്കെ, കാൽക്കുലേറ്റ് ABC. ഓക്കെ, നേരത്തെ സിമിലർ ABC. ഓക്കെ, ചെയ്യാം.
എന്തായി? ഈ പെർസെൻറ്റേജിൽ പറഞ്ഞത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ക്വസ്റ്റ്യനിൽ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞപ്പോ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. സെല്ലിംഗ് പ്രൈസ്, ഓക്കെ. അതായത് പറഞ്ഞത് ഈ സെയിൽസ് യൂണിറ്റ്സിന്റെ ഡിക്രീസ് എന്താണ്? സെയിൽസ് യൂണിറ്റ്സ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് വേരിയബിൾ കോസ്റ്റിൽ ബാധിക്കും, കോൺട്രിബ്യൂഷൻ മാർജിനിലും ബാധിക്കും. ഓക്കെ, കാരണം സിമിലർ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതായത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു എന്താണ് സെയിൽസ് യൂണിറ്റ്സ് ആണ്, സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു സെയിൽസ് യൂണിറ്റ്സ് ആണ്, കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ഇൻറ്റു സെയിൽസ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ യൂണിറ്റ്സിൽ ഡിക്രീസ് ചെയ്താൽ നമ്മളെ കോൺട്രിബ്യൂഷൻ മാർജിനിലും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പക്ഷേ സെല്ലിംഗ് പ്രൈസ് ഏതിനെ മാത്രമേ ബാധിക്കുള്ളൂ? ഏതിനെ മാത്രമേ ബാധിക്കുള്ളൂ? സെയിൽസ് റവന്യൂവിനെ മാത്രമേ ബാധിക്കുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? സർ അപ്പൊ അതിൻ്റെതായിട്ടുള്ള എമൗണ്ട് കോൺട്രിബ്യൂഷൻ മാർജിനിലും റെഡ്യൂസ് ആവില്ലേ? അങ്ങനെയല്ല. ലൈക്ക് ഇപ്പോൾ സെയിൽസ് റവന്യൂ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സെയിൽസ് റവന്യൂവിൽ മാത്രം ചേഞ്ച് തുല്യമായിട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് തന്നിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുക, എന്നിട്ട് അപ്പോൾ ഒരു കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. അത് നിലവിലുള്ള കോൺട്രിബ്യൂഷൻ മാർജിനായിട്ട് കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും? ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി സർ. സെയിൽസിലാണ് പെർസെന്റേജ് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വേരിയബിൾ കോസ്റ്റിലടക്കം ആ പെർസെന്റേജിന്റെ ഡിഫറൻസ് ഉണ്ടാവും. ഇതിപ്പോ സെയിൽസ് സെയിൽസ് യൂണിറ്റ്സിൽ റവന്യൂല് മാത്രമേ വരുന്നു. യൂണിറ്റ്സിൽ വരുന്ന ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ സർട്ടൈൻ പെർസെൻറ്റേജ് എന്താണ് നമ്മളുടെ വേരിയബിൾ കോസ്റ്റിനെയും കോൺട്രിബ്യൂഷൻ മാർജിനെയും ബാധിക്കും. ഓക്കെ, ബാധിക്കും. സെയിൽസ് അതായത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിലാണ് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അത് വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ ബാധിക്കുള്ളൂ, അല്ലെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ബാധിക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് സെല്ലിംഗ് പ്രൈസ്. എന്താണ് സെല്ലിംഗ് പ്രൈസ്? സെയിൽസ് റവന്യൂവിനും ആര് പെർ യൂണിറ്റിനും അതിന്റെ ടോട്ടലിനെ ബാധിക്കുള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് കൺസെപ്റ്റ് നോട്ടായിട്ട് നിങ്ങൾക്ക് തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ടായിട്ട് എഴുതാം. ഓക്കെ, ശിവാനി തെറ്റാണ്, ഒന്നും കൂടി നോക്ക്. തെറ്റാണ് ശിവാനി, ട്രൈ അഗെയിൻ. തെറ്റാണ് ഉപേക്ഷ, തെറ്റാണ്. ഷർട്ടിലെ ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര കിട്ടിയത് രണ്ടുപേർക്കും? അയച്ചേ. അതെന്താ അത്രയും വലിയ എമൗണ്ട് ഉപേക്ഷ? 10,000 ആണ് സർ. ശിവാനി, ഇതും തെറ്റാണ്. 10,000 ആണ് സർ. അത് ഓപ്ഷൻ എ. എങ്ങനെ? 10,000. 10,000 അല്ല. എങ്ങനെ? ഇൻക്രിമെന്റൽ ആണോ ചോദിച്ചത്?
അതെ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ്. ആ പോസിറ്റീവ് 10,000. ഓക്കെ, അത് കറക്റ്റാണ്. ശിവാനി എഴുതിയത് തെറ്റാണ് കേട്ടോ. ശിവാനി അതല്ല, ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ അതല്ല. എവിടെ തെറ്റ് പറ്റിയേ? 10,000ന്റെ 10% കണ്ടുപിടിക്കട്ടെ പറഞ്ഞിട്ടുണ്ട്. മുബച്ചർ അത് തെറ്റാണ്. ഓക്കെ, എങ്ങനെ ശിവാനി എന്താ പറഞ്ഞേ? 10,000ന്റെ 10% കണ്ടുപിടിക്കാനല്ലേ ഇത് പറഞ്ഞത്? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഈ ഒരു 10% ഇൻക്രീസ് യൂണിറ്റ്സിലാണ് വന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. ഓക്കെ, പക്ഷെ ഈ ഒരു 10% എവിടെയാണ് ചേഞ്ച് വന്നത്? സെല്ലിംഗ് പ്രൈസിലാണ്. സെല്ലിംഗ് പ്രൈസിലുള്ള ചേഞ്ച് എങ്ങനെ വേരിയബിൾ കോസ്റ്റിന് ഇതിനൊക്കെ ബാധിക്കുക? കോൺട്രിബ്യൂഷൻ മാർജിന് ടോട്ടലിനെ ബാധിക്കും. ഓക്കെ, പെർ യൂണിറ്റിനെ ബാധിക്കുമോ? അല്ലെങ്കിൽ നിലവിലുള്ള ആ രീതിയിലാണോ? മൊത്തത്തിലുള്ള 10% ആണോ കുറയുക? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മുബഷിർക്ക് ഇവിടെ വീണ്ടും തെറ്റിയേ. ഓൾറെഡി സർ, ആൻസർ കിട്ടി. ടീഷർട്ടിന്റെ അതെ 10,000. ഓക്കെ സർ. പിന്നെ മറ്റേ ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ആഡിങ് ബിഫോർ എത്ര? ടീഷർട്ടിന്റേത് ബിഫോർ എത്രയായിരുന്നു? 4,000 ആണോ? 4,000 ബിഫോർ എങ്ങനെ 4,000. സിമിലർ അല്ലേ വരിക? 6,000 സിമിലർ ക്വസ്റ്റ്യൻ അല്ലേ? എങ്ങനെ ഈ ബിഫോർ അതെങ്ങനെ മാറുന്നേ? ആ ചേഞ്ച് 10% ചേഞ്ച് വന്നപ്പോ ഇതൊക്കെ മാറില്ല സർ, കോൺട്രിബ്യൂഷൻ മാർജിന്റെ. ആ ഒരു 10%ന്റെ ചേഞ്ച് അടക്കമാണ് നമ്മൾ എന്തിൽ കൊടുക്കുന്നത്? ഈ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസിൽ കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ടിൽ കൊടുത്തപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ചേഞ്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവിടെ നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, ഓൾറെഡി ഇതെന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു 10,000 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ചേഞ്ച് വരുത്തേണ്ട ചെയ്തു സർ, ആവശ്യമില്ല. ചെയ്യുമ്പോ ഓക്കെ, നോക്കും. ഓൾറെഡി ഇവിടെ അഡീഷണൽ ആയിട്ടുള്ളതും ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ, ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഒക്കെ ഇവിടെ ഓൾറെഡി നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ 10,000. പിന്നെ രണ്ടു വട്ടം സിമിലർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ മാർജിന് കുറക്കണം. ഇപ്പൊ ആ ഒരു ചേഞ്ച് വന്നത് എന്താ? ഈ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിന്റെ 2,000 അല്ലേ? ശരിക്കും 16,000 ആണ്. 14,000 വരാൻ കാരണം എന്താ? ഓൾറെഡി ചേഞ്ച് ചെയ്താണ്. ഞാൻ ഫസ്റ്റ് 16,000 അയച്ചത് സർ, അത് തെറ്റാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഫസ്റ്റ് വൺ തെറ്റായിരുന്നു. ഓക്കെ, മുബഷിറുടെ കൺസെപ്റ്റ് മാറുന്നില്ലല്ലോ അപ്പോഴും. അത് ഓക്കെ, 2,000 അങ്ങോട്ട് ഇങ്ങോട്ട് ആ ചേഞ്ച് ആയി. അതെ അപ്പൊ അതെ, മനസ്സിലായി. ആ ഒരു കാരണം കൊണ്ടാണ് പക്ഷെ അവിടെ കറക്റ്റ് ആയത്. എനിക്കിപ്പോഴും ഇപ്പുറത്ത് 2,000 എങ്ങനെയാ വന്നെന്നുള്ളത് സാർ ചെയ്യുമ്പോ വേണം നോക്കാൻ. എമൗണ്ട് എങ്ങനെയാ വന്നതെന്ന് അറിഞ്ഞു, പക്ഷെ അത് സാർ ചെയ്ത് തരുമ്പോ നോക്കാം. എങ്ങനെ? ഈ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ എനിക്ക് ആണോ? അതെ, ടീഷർട്ടിന്റെ ഫുൾ ഓക്കെ, കാൽക്കുലേഷൻ ഒന്ന് നോക്കണം. ലെറ്റ് മീ ഡിസ്കസ് ദിസ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഫസ്റ്റ് രണ്ട് കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, രണ്ട് കൺസെപ്റ്റ് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക കേട്ടോ ശിവാനി, ശ്രദ്ധിക്കുക. ഓക്കെ, കോൺസെപ്റ്റ് നോട്ട്. ഓക്കെ, രണ്ട് കോൺസെപ്റ്റ് പറയുന്നുണ്ട്. എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എക്സാമ്പിൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ ശ്രദ്ധിച്ചിട്ട് നോക്കിയിരിക്കുക. യൂണിറ്റ്സ് സെല്ലിംഗ് പ്രൈസ് 10 ആണ്, യൂണിറ്റ്സ് 50 യൂണിറ്റ്സ് ആണ്, 50. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 6 ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. ഇത് വെച്ചിട്ട് നമ്മളോട് സെയിൽസ് റവന്യൂ, നമുക്ക് സെയിൽസ് റവന്യൂ എത്ര? 50 × 10 എത്ര വരുന്നത്? 500. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 6 അതായത് 50 × 6. ഓക്കെ, എന്ത് കിട്ടും? 300 കിട്ടും. ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര വരുന്നത്? 50 × 4. ഓക്കെ,
200. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ പറയാണ് ഇഫ് സെയിൽസ് യൂണിറ്റ്സ് 10% ഡിക്രീസ് ചെയ്തു. ഓക്കെ, സെയിൽസ് യൂണിറ്റ്സ് ആണ് 10% ഡിക്രീസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇതിൽ എല്ലാത്തിലും യൂണിറ്റ്സ് സിമിലർ അല്ലേ വരുന്നത്? ഓക്കെ, അപ്പോൾ ഇതിന്ന് പോയാലും ഇതിന്ന് 10% പോയാലും ഇതിന്ന് 10% പോയാലും സിമിലർ ആയിട്ട് ബാധിക്കുന്നില്ലേ? കാരണം സിമിലർ ആയിട്ടുള്ള എമൗണ്ട് എല്ലാത്തിലും മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിന് 10% ഡിക്രീസ് ചെയ്താൽ മതി. അതായത് 200 മൈനസ് 10% ചെയ്തിട്ട് കിട്ടുന്നത് 180. ഓക്കെ, ഇതായിരിക്കും അപ്പോൾ നമ്മളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ വരുന്നത്. ഓക്കെ ഓക്കെ, ഇനി അവിടെ അതിൻ്റെ ഒരു നോട്ട് ചെയ്ത. ഓക്കെ, ഈ സെയിൽസ് അതായത് യൂണിറ്റ്സിൽ വരുന്ന ചേഞ്ച് കൊണ്ട് മനസ്സിലായില്ലേ? ഓക്കെ, യൂണിറ്റ്സിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഒരു നോട്ട് ചെയ്ത ഇപ്പൊ പറഞ്ഞതിന്റെ. ഇഫ് സെയിൽസ് യൂണിറ്റ്സ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ബൈ certain percentage, total contribution margin will also increase or decrease by same percentage. ഓക്കെ, സിമിലർ ആയിട്ടുള്ള പെർസെൻറ്റേജ് തന്നെ എന്താവും? ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസ് ചെയ്യും. ഇവിടെ എന്താണ് 10% എന്താണ്? ഡിക്രീസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിന് ഡയറക്റ്റ് ഡിക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഗെയിൻ ഓർ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര ആയിരിക്കും വരിക? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻറ്റു ചേഞ്ച് പെർസെൻറ്റേജ് ഈ ട്രയാങ്കിൾ ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് യൂണിറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അതായത് 200 ഇൻറ്റു എത്രയാണ്? 10%. അതായത് 20 ആണ് അവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്തത്. അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ, ഗെയിൻ ആണെങ്കിൽ ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, ഡിപ്പെൻസ്. ഇൻക്രീസ് ആണെങ്കിൽ ഗെയിൻ ആയിരിക്കും. ഓക്കെ, ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ആയിരിക്കും, ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ആയിരിക്കും. ഡിപ്പെൻസ് ഓൺ ക്വസ്റ്റ്യൻ. ഓക്കെ, ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതിൽ എഴുതിയിട്ടുള്ളത് അത് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ശിവാനി ഓക്കെ അല്ലേ? ശിവാനി ഓക്കെ ആണോ? Yes, sir. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇനി അടുത്തത് സിമിലർ എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇഫ് സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത് 10% ഡിക്രീസ് ആയിട്ടുള്ളത്. ഇതല്ലായിരുന്നോ ഇപ്പൊ നമ്മളുടെ സിനാരിയോ? ഇതാണല്ലോ ഇപ്പൊ നമ്മളെ സിനാരിയോ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ഒരു 50 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്തു? 10. ഓക്കെ, 50 ഇൻറ്റു 6, അതുപോലെ തന്നെ 50 ഇൻറ്റു 4. ഇവിടെ ഡിക്രീസ് വന്നത് എന്തിനാ? ഈ ഒരു ഐറ്റത്തിനാ. ഓക്കെ, ഇതിൽ ഈ ബ്ലൂ മാർക്ക് ചെയ്തിട്ടുള്ള സെല്ലിംഗ് പ്രൈസിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിക്രീസ് വന്നിട്ടുള്ളത്. ഓക്കെ, 10 മൈനസ് 10%. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും സെല്ലിംഗ് പ്രൈസ്, ന്യൂ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു 10% ഇവിടെ ഡിക്രീസ് ചെയ്യാൻ പറ്റുമോ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ആയിട്ട് ഡിക്രീസ് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? 9 ഇൻറ്റു 50. 9 ഇൻറ്റു 50 എത്ര വരുന്നത്? 9 ഇൻറ്റു 50 450 മൈനസ് 300 ഈസിക്കൽ ടു, അപ്പോൾ എന്താണ് വരുന്നത്?
അതാണ് എന്ത് 150. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കുറച്ചാൽ കിട്ടുമോ? അതായത് 200 മൈനസ് 10% ചെയ്താൽ കിട്ടുമോ? എത്ര കിട്ടുന്നത്? 180 കിട്ടുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഡിഫറൻസ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? കത്തിയോ? ഓക്കെ, പറഞ്ഞേ. ഞാനും അങ്ങനെ തന്നെ ചെയ്തത്. ഇതിനകത്ത് 20,000 ടീഷർട്ടിന്റെ സെയിൽസ് റവന്യൂന് 10% 2,000 കുറച്ചു 18,000 20,000 എസ് പി എത്രയാണ്? 50 10% മൈനസ് 10%, അതായത് 45 കിട്ടി. ഓക്കെ, 45, അതായത് സെയിൽസ് റവന്യൂവിനും ബാധിക്കും കേട്ടോ. സെയിം ഇത്. ഒരു മിനിറ്റ്, ഒരു പോയിന്റ് കൂടി എഴുതി തരാം. ഓക്കെ, ഇവിടെ തന്നെ ഇവിടെ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? 1 മിനിറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് 450 ആണ് കിട്ടിയത്. ഈ 450 ഡയറക്റ്റ് 500 10% കുറച്ച് നോക്കിയേ. 500 മൈനസ് 10% ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 450 കിട്ടും. ഓക്കെ, ഇത് ടോട്ടലിനും ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് 20,000 നമുക്ക് യൂണിറ്റ്സ് തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? 20,000 മൈനസ് 10% ചെയ്തിട്ട് 18,000 കിട്ടി. ഓക്കെ, 18,000 കിട്ടി. ഈ 2,000 ആണ് എന്ത്? ഈ 2,000ന്റെ ഡിഫറൻസ് ഇനി വേരിയബിൾ കോൺട്രിബ്യൂഷൻ മാർജിനിൽ വരും. ഈ 2,000ന്റെ ഡിഫറൻസ് ആണ് കോൺട്രിബ്യൂഷൻ മാർജിനിൽ വരിക. ഓക്കെ, ആ 2,000 അല്ലേ ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, 18,000 മൈനസ് 10,000 ചെയ്താൽ നമുക്ക് പുതിയതായിട്ട് കിട്ടിയത് എന്ത്? 8,000 ആണ്. പുതുതായിട്ട് കിട്ടിയ 8,000 കോൺട്രിബ്യൂഷൻ മാർജിൻ അതെ 8,000 ആണ്. 8,000 കറന്റ് 8,000 ഉണ്ടായിരുന്നത് 10,000. ഡിഫറൻസ് എന്താ? 2,000. ഓക്കെ, ഇതാണ് എന്ത്? ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ട് ആണ് നമുക്ക് എവിടെ ചേഞ്ച് വരുന്നത്? അല്ല സർ, ഞാൻ പറയുന്നത് ആ ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ആഡിംഗ് ഇല്ലേ, അതിൽ വരുന്ന പ്രോഫിറ്റ് ചേഞ്ച് ആണ്. ഇതേപോലെ തന്നെ അതും പ്രോഫിറ്റ് ചേഞ്ച് ആവില്ലേ? എങ്ങനെ? 2,000ന്റെ ചേഞ്ച് വരില്ലേ? ടോട്ടൽ പ്രോഫിറ്റ് ബിഫോർ ആഡിങ് ടോട്ടൽ പ്രോഫിറ്റ് ബിഫോർ ആഡിങ്ങിലും ഈ 2,000ന്റെ ചേഞ്ച് വരില്ലേ? അതെങ്ങനെ? ആ ഒരു ചേഞ്ച്, ഒരു മിനിറ്റ്. ഓക്കെ, ഇത്രയും ഇവിടെ ഇവിടെ എന്താ? അപ്പോ ഈ കിട്ടുന്നത് എന്താ? ഈ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ചേഞ്ചസ് ഒക്കെ വന്നിട്ട് നമുക്ക് കമ്പനിക്ക് റിമൈനിങ് ആയിട്ട് വരുന്ന, അതായത് അഡീഷണലോ അല്ലെങ്കിൽ കുറവോ ആയിട്ട് വരുന്ന ഈ പറയുന്ന ചേഞ്ചസ് ഒക്കെ, ഇപ്പൊ ഈ പറയുന്ന സിനാരിയോയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ വന്നതിന്റെ ശേഷം വന്നിട്ടുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന പ്രോഫിറ്റോ ലോസോ. ഓക്കെ, മൈനസ് ആണെന്നുണ്ടെങ്കിൽ ലോസ്, അല്ലെങ്കിൽ പ്രോഫിറ്റ്. ഓക്കെ, അത് ഈ ഒരു ചേഞ്ച് ഒക്കെ വന്നിട്ട് അതിനോട് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന എമൗണ്ട് അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ അതെന്താണ്? ചെയ്തിട്ട് നോക്ക് സർ. ഫുള്ള് അത് സർ ആൻസർ ചെയ്യുമ്പോൾ ഓക്കെ 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 ഓക്കെ, അതാ നല്ലത്. ഓക്കെ, ഇവിടെ ഒരു ജസ്റ്റ് ഒരു ലൈനും കൂടെ കൊടുക്കാനുണ്ട് നോട്ടായിട്ട്. ഓക്കെ, നോട്ട്. ഓക്കെ, if selling price increase or decrease by certain percentage, sales revenue will also increase or decrease by same percentage. Here, change in sales revenue equal to change in ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള സംഭവം. അതായത് ആ ഒരു 2,000 ആണ് എന്തിലും ചേഞ്ച് ആയിട്ട് വന്നത്, ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിനിലും ചേഞ്ച് ആയിട്ട് വന്നത്. ഓക്കെ, ഗെയിൻ ഓർ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു സെയിൽസ് റവന്യൂ ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെല്ലിംഗ് പ്രൈസ്. സെയിൽസ് റവന്യൂ എത്രയായിരുന്നു? 500 ഇൻറ്റു 10%. അപ്പോൾ എന്ത് കിട്ടി? 50. ഓക്കെ, അതാണ് ഇവിടുത്തെ ചേഞ്ച്. ഓക്കെ, ഈ 50 ഡയറക്റ്റ് എവിടുന്ന് കുറച്ചാൽ മതി? ഈ 50 ഡയറക്റ്റ് നമുക്ക് 200 മൈനസ് 50 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടിയിട്ടുള്ള സെയിം 150 കിട്ടും. ഓക്കെ ഓക്കെ, ഒന്ന് എഴുതി വെച്ചേ.
ഒന്ന് എഴുതി വെച്ചേ. ഈ ഒരു പോർഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ പറയാ. അപ്പോൾ സ്ക്രോൾ ചെയ്തിട്ട് ഇതിന്റെ അടിയിലുള്ള പോർഷൻസ് കാണിക്കാം. മനസ്സിലാവുന്നുണ്ടോ? എന്താ അവസ്ഥ പറഞ്ഞേ ശിവാനി? സാർ ഒന്ന് ചെയ്ത് നോക്കട്ടെ അത്. സർ കുറച്ച് സ്ക്രോൾ ചെയ്യാം. ഓക്കെ. സാർ കുറച്ച് മുകളിൽ കുറച്ച് ബസ്. ആ നോട്ടൊക്കെ പ്രോപ്പറായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ.
ഇതും കൂടെ എഴുതി വെക്കട്ടോ അടിയിൽ. നാളത്തെ ക്ലാസ്സിന്റെ ടൈം വേറൊരു ടൈം ഷെഡ്യൂളിലേക്ക് മാറ്റാൻ പറ്റുമോ? ലേറ്റ് ആവുകയാണോ സർ അതോ നേരത്തെ ആവണം? എങ്ങനെയാണ് പറ്റുക? സാർ രാവിലെ വെക്കണ കാര്യമില്ലാണോ പറയണേ? രാവിലെ വെക്കാൻ പറ്റുമോ? സാർ എനിക്ക് ലീവാ, കുഴപ്പമില്ല. കുഴപ്പമില്ല. സർ ഓക്കെ ആരാധനക്കോ? ആണ്. അറിയില്ല സർ, ചോദിക്കണം. അതൊന്ന് ചോദിച്ച് കൺഫേം ചെയ്യാവോ? നാളെ ഫ്രൈഡേ അല്ലേ? സർ അങ്ങനെയാണെങ്കിൽ ടൈം എങ്ങനെയായിരുന്നു സർ? ഞാൻ ഉദ്ദേശിക്കുന്നത് നാളെ നോമ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ഷെഡ്യൂള് നോമ്പ് തുറക്കുന്ന ഒരു സമയമല്ലേ? ഓക്കെ, അപ്പോൾ ഒന്നുണ്ടെങ്കിൽ 8 to 10, നൈറ്റ് 8 to 10 ആക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ഒരു 3 മണി ടു 3, 4, 5, 3 മണി ടു 5 മണി ഈവനിങ്. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ അത് ഓക്കെ ഡിസ്കസ് സർ. ചെയ്തിട്ട് എന്നെ അറിയിക്കുക. ഓക്കെ, ആരാധനയോടും സുബിത ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സുബിതയോടും ഒന്ന് ചോദിച്ചിട്ട് അറിയിക്കട്ടോ. സർ നാട്ടില് പബ്ലിക് ഹോളിഡേ ആണോ? നാട്ടിലെ സാർ ഹോളിഡേ അല്ലേ? പബ്ലിക് ഹോളിഡേ ആണ്. അതെ അതെ അങ്ങനെയാണെങ്കിൽ അതെ അതെ, ആരാധനയ്ക്കും ഹോളിഡേ ആയിരിക്കും. ഹോളിഡേ ആയിരിക്കും അല്ലേ? ആ നിങ്ങൾക്ക് ലീവ് ഒന്നും വേണ്ടല്ലോ, നല്ല ലീവ് കിട്ടിയില്ലേ? വേണ്ട സർ. ഓക്കെ ഉച്ചയ്ക്ക് വെച്ചോളൂ സർ, അതോ കുറച്ചുകൂടെ ഓക്കെ നല്ലത്, രാത്രി ലേറ്റ് ആക്കണ്ട. ഓക്കെ 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 ഓക്കെ. എന്നാ ആ ഒരു ടൈം എന്തായാലും അറിയിക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും കാരണവശാൽ ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതും അറിയിക്കും. ഓക്കെ ഓക്കെ, കറന്റ് ഓഫ്ലൈൻ ഷെഡ്യൂൾസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, മറ്റേത് നോമ്പ് തുറന്നിട്ടുള്ളൊരു ടൈം പിന്നെ വന്ന് ക്ലാസ് എടുക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. സാർ എഴുതി കഴിഞ്ഞു. കഴിഞ്ഞോ? ഉം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതിൽ നമ്മൾ ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിനും അതുപോലെ തന്നെ മൈനസ് അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് അല്ലേ? അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ്, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് വി ആഡ്. ഓക്കെ, ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയാണ്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞതുപോലെ എവിടെ ഇരുന്നു ആ ക്വസ്റ്റ്യൻ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ലൈക്ക് ഈ ഒരു 20,000ന്റെ 10% ആണ് ഡിക്രീസ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിലുള്ള 10% ചേഞ്ച് ആണ് എവിടെ വരിക? ഇവിടെയും വരിക. ഓക്കെ, അതാണ് ഇപ്പൊ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര? 20,000 ഇൻറ്റു 10%, 2,000 അല്ലേ? 20,000 ഇൻറ്റു 10%, 2,000. ഓക്കെ, 2,000 മൈനസ് അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര വരുന്നത്? 8,000 അല്ലായിരുന്നോ? 8,000. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ അല്ലേ? ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ അതല്ലേ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത്? ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഉണ്ട് അല്ലേ? ഓക്കെ, സോറി, ഈ ഒരു പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഇത് ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്. ഇവിടെ 20,000 വരാം. ഓക്കെ, ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, മിസ്റ്റേക്ക്. ഇത് എന്താണ്? ഇത് ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ ആട്ടോ, ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, ഗെയിൻ എത്ര കിട്ടുന്നത്? ഗെയിൻ എന്താണ്? 20 ഇൻറ്റു 1000 അല്ലേ? 20 ഇൻറ്റു നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ തന്നെ, സോറി മാറിയതാട്ടോ. ഓക്കെ, 20 ഇൻറ്റു 1000, 20,000. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. 20,000 മൈനസ് 8,000, 10,000 ആയി. ഓക്കെ, 2,000, 10,000 = പോസിറ്റീവ് 10,000.
incremental profit if we add. ഓക്കെ, ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10,000 ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണ്. ഒരു കാര്യം, പ്രോഫിറ്റ് ബിഫോർ ആഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഈ സിനാരിയോസ് ഒക്കെ നടക്കുന്നതിന് മുമ്പ് എത്രയായിരുന്നു പ്രോഫിറ്റ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ബിഫോർ ആഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനാരിയോസ് ഒക്കെ സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പൊ ഈ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനാരിയോ സംഭവിക്കുന്നതിന് മുമ്പ് എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, കാരണം ആഡ് ചെയ്യുന്നില്ലല്ലോ അതിന് മുമ്പ്. ഓക്കെ, അതാണ് പ്രോഫിറ്റ് ബിഫോർ ആഡിങ്. അതാണ് എന്ത്? 6,000. ഓക്കെ, പ്ലസ് ഓർ മൈനസ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് ഈ ഒരു സംഭവം. ഓക്കെ, ഈ ഒരു സംഭവം. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ആഡിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? പ്ലസ് 10,000 ആണ്, ഇസിക്കൽ ടു 16,000 പ്രോഫിറ്റ്. ആഡ് ചെയ്താൽ 16,000 പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇത്ര ഉദ്ദേശിക്കുന്നുള്ളതിൽ ഇപ്പോഴും സിമിലർ ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സർ ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു സിനാരിയോ ഒന്ന് എഴുതി വെച്ചേ. 1 മിനിറ്റ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സിസ്റ്റിംഗ്. ഞാൻ പറയുന്ന ഇതൊന്ന് എഴുതി വെക്കുക കേട്ടോ. എഴുതി തരേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് തന്നാ പോരെ? എഴുതണോ? സ്ക്രീനിൽ എഴുതേണ്ട ആവശ്യമുണ്ടോ ക്വസ്റ്റ്യന്? സ്ക്രീനിൽ എഴുതണം. എനിക്ക് നോട്ട്. ഓക്കെ, എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് സെഗ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് സെഗ്മെന്റ്. ഓക്കെ, എ എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. സെയിൽസ് റവന്യൂ 16,000. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 4,000. കോൺട്രിബ്യൂഷൻ മാർജിൻ 12,000. ഫിക്സ്ഡ് കോസ്റ്റ് 3,000. പ്രോഫിറ്റ് 9,000. ഓക്കെ, ഇനി ഡാറ്റ ഓഫ് സെഗ്മെന്റ് ബി. ഡാറ്റ ഓഫ് ന്യൂ സെഗ്മെന്റ് ബി. ബി എന്ന് പറയുന്ന പുതിയ സെഗ്മെന്റിന്റെ ഡാറ്റയാണ് ഇനി എഴുതാൻ പോകുന്നത് കേട്ടോ. സെല്ലിംഗ് പ്രൈസ് 10. യൂണിറ്റ്സ്, സെയിൽസ് യൂണിറ്റ്സ് 500. കോൺട്രിബ്യൂഷൻ മാർജിൻ റേഷ്യോ 40%. ഇൻക്രിമെന്റൽ ഫിക്സ്ഡ് കോസ്റ്റ് 50 അല്ല 500. ഓക്കെ, ഇൻക്രിമെന്റൽ ഫിക്സ്ഡ് കോസ്റ്റ് 500. ഇൻക്രിമെന്റൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻക്രിമെന്റൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പറ. ഇൻക്രിമെന്റൽ അഡീഷണൽ ഫിക്സ്ഡ് കോസ്റ്റ് അതാണ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇത്രയാണ്. ഇനി അതിൽ സിനാരിയോ 1 അല്ലെങ്കിൽ
രണ്ട് സിനാരിയോസാണ് വരുന്നത്. ഇഫ് ബി ഈസ് ആഡഡ്, സെയിൽസ് ഓഫ് എ will be increased by 2%. Calculate A, B, C. Similar A, B, C. ഇതിനു മുമ്പൊക്കെ ചെയ്തിട്ടുള്ള A, B, C. Okay. If B is added, sales of A will be increased by 2%. Calculate A, B, C. രണ്ടാമത്തെ സിനാരിയോ, if B is added, selling price of A should be reduced to 80%. Calculate A, B, C. Okay. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ സർ ത്രൂ അയച്ചുതരാം. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് ചെയ്യാം. സർ ത്രൂ അയക്കാം മിക്കവാറും. ഓക്കെ, അയക്കുകയാണെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നിട്ടുള്ള രണ്ട് സിനാരിയോസ് ചെയ്തു തരാം. ഓക്കെ, ഈ രണ്ട് സിനാരിയോസ്, ഇപ്പോൾ എഴുതിയിട്ടുള്ള രണ്ട് സിനാരിയോസും ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, അതിൽ പെർഫെക്റ്റായി ആ ഒരു ടോപ്പിക് കഴിയും. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ് മുതൽ അക്സെപ്റ്റ് ഓർ റിജക്റ്റിംഗ് വൺ ടൈം സ്പെഷ്യൽ ഓർഡർ. ഓക്കെ, രസമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനി ഇത് എഴുതി കഴിഞ്ഞോ? ശിവാനി എഴുതി കഴിഞ്ഞോ? Yes, sir. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യാനോ പറയാനോ ആയിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? ഓക്കെ ആണോ? ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് ഒക്കെ തീർന്നിട്ടില്ലേ? ഓക്കെ, പുതുതായിട്ട് ഉണ്ടായിട്ടൊന്നുമില്ലല്ലോ ഇനി അഡീഷണൽ ആയിട്ട്? ഉറപ്പല്ലേ? ഓക്കെ, എനിവേസ് അത്രേ ഉള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ, നാളെ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ടൈമിങ് അറിയിക്കാം. ഓക്കെ, എന്തെങ്കിലും കൺസേൺസ് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ സർ ത്രൂ അറിയിക്കുക. ഓക്കെ, എനിവേസ് ഒന്നുണ്ടെങ്കിൽ 3 മണിക്ക്, അല്ലെങ്കിൽ 8 മണി, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ, ഈ രീതിയിലായിരിക്കും. ഡിപ്പെൻസ്. ഓക്കെ, മാക്സിമം നാട്ടിലെ 3 മണിക്ക് ഇരിക്കാം. ഓക്കെ 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 ഓക്കെ, അതാക്കാനാണ് എനിക്കും താല്പര്യം. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയും ദിവസം ഞാൻ ഓഫ്ലൈനും ഓൺലൈനും ആയിട്ട് ഭയങ്കര ബിസി ഷെഡ്യൂളിലായിരുന്നു പോയിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഉണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഈ 3 മണി ഒക്കെ പറഞ്ഞാൽ ഈവനിങ് ടൈം അല്ലേ? അതെ, എന്തായാലും നോക്കാം. ഓക്കെ, മാക്സിമം നമുക്ക് ആ ഒരു Okay, ടൈമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. okay. ബാക്കി അടുത്ത ക്ലാസ്സിൽ. Okay, sir. Thank you, sir. Thank you, sir. Thank you. ഓൾവേസ് വെൽക്കം. ഓക്കെ, ബൈ.